ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, സ്വഹാബത്തെ അല്ലാഹുവിന് 99 മഹത്തായ നാമങ്ങളുണ്ടത്രേ. ഇന്നലില്ലാഹി ഇസ്മുമിആ ഇല്ലാ വാഹിദ ഫമൻ അഹ്സാഹാ دخل الجنة فمن أحصاها دخل الجنة. ആ 99 മഹത്തായ നാമങ്ങളെ ആരൊരുവൻ മനഃപ്പാഠമാക്കുന്നുണ്ടോ, ആരൊരുവൻ കാണാതെ പഠിക്കുന്നുണ്ടോ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. അത് കാണാതെ പഠിച്ചാൽ നമ്മൾ എവിടെ എത്തും മനുഷ്യന്മാരെ? സ്വർഗ്ഗത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതൊക്കെയാണ് 99 നാമങ്ങൾ? ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിലായി അല്ലാഹു പറയുന്നു. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു മലിക്കാണ്, രാജാതിരാജനാണ്. അൽ ഖുദ്ദൂസ്, അവന് പരിശുദ്ധനാണ്. അസ്സലാം, അവനാണ് രക്ഷകൻ. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനത്രേ. ഓരോരോ നാമങ്ങളുടെയും അർത്ഥം. അൽ മുതകബ്ബിർ, അല്ലാഹുവിന്റെ മറ്റൊരു നാമമാണ് മുതകബ്ബിർ. എന്താ അർത്ഥം? അഹങ്കാരി. ആരുടെ പേര്? അല്ലാഹുവിന്റെ പേരാണ്. കാരണം അല്ലാഹുവിനിടാവല്ലോ. നമ്മളാരും അഹങ്കാരികളല്ല. റബ്ബിനെ അഹങ്കരിക്കാം, കാരണം റബ്ബിന്റെ സൃഷ്ടികളാണ് നമ്മൾ. മറ്റവൻ ഖാലിഖാണ്, അതും അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ്. അവൻ റാസിഖാണ്, സർവ്വർക്കും ആഹാരം നൽകുന്നവനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്ര നാമങ്ങളുണ്ട്? 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾ ഉണ്ടായിരിക്കെ ഇവിടെ ശ്രദ്ധിക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച പദം റഹ്മാൻ റഹീം എന്ന പദം മാത്രമാണ്. ആണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാമങ്ങളുണ്ട്, എത്രയോ അർത്ഥതലങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗം, വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, ഗഫൂറാ, പാപങ്ങൾ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനത്രേ. അൽ വദൂദ്, അവന്റെ സൃഷ്ടികളെ വല്ലാതെ പ്രിയം വെക്കുന്നവനുമത്രേ. തന്റെ സൃഷ്ടികളോട് വല്ലാതെ ഇഷ്ടമുള്ളവനുമാണ് അല്ലാഹു. ഇതൊക്കെ അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളാണ്. അൽ അസീസ്, പ്രതാപശാലി അല്ലാഹു. ഇങ്ങനെ 99 നാമങ്ങൾ ഉണ്ടായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഖുർആനിൽ ഫാത്തിഹ സൂറത്തിൽ തന്നെ ആദ്യം തന്നെ അല്ലാഹു റഹ്മാൻ റഹീം ഈ രണ്ട് വചനം എന്തിനാണ് കൊടുത്തത്? രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. ഇവിടെ ശ്രദ്ധ വേണം കേട്ടോ സഹോദരിമാർ, നല്ല ശ്രദ്ധ വേണം, നല്ലതുപോലെ ശ്രദ്ധിക്കുക. റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥവും കരുണാമയൻ, റഹീം എന്ന പദത്തിന്റെ അർത്ഥവും കരുണാവാരിധി എന്നാണ് അർത്ഥം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാവശ്യം റഹ്മാൻ പറഞ്ഞ് പിന്നെ ഈ 99 മറ്റു നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? റഹീം എന്ന പദത്തിന് പകരം അല്ലാഹു എന്ത് പറയാമായിരുന്നു? ഗഫൂർ എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ വദൂദ് എന്ന് പറയാമായിരുന്നു. പക്ഷേ അല്ലാഹു അതൊന്നും പറഞ്ഞില്ല. എന്താണ് അല്ലാഹു പറഞ്ഞത്? റഹീം എന്ന് തന്നെ പറഞ്ഞു. എന്താ കാരണം? അല്ലാഹു കരുണാമയനാണ്, കരുണാവാരിധിയാണ്. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിൽ നിറയ്ക്കലാണ് അല്ലാഹുവിന്റെ ലക്ഷ്യം. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഹദീസ് കൂടി പറയാം. قال رسول الله صلى الله عليه وسلم لما خلق الله تعالى الخلق
كتب في اللوح المحفوظ إن رحمتي تغلب غضبي. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സഹാബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂസ്, ലൗഹുൽ മഹ്ഫൂസിൽ അവൻ രേഖപ്പെടുത്തിയത്രേ, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എന്റെ കാരുണ്യം, അല്ലാഹു പറയുകയാണ്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മെഗക്കുന്നതാ. അഥവാ കോപത്തെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്റെ കാരുണ്യമാണെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല. ഇത് എവിടെ എഴുതി വെച്ചു? അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ എഴുതി വെച്ചു. അപ്പൊ അതിനർത്ഥം എന്താ? അല്ലാഹു കരുണാമയനാണ്, അവന് ആ കരുണയുടെ അപ്പുറത്തേക്ക് വേറൊന്നും പോകാൻ പറ്റൂല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ? അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് ആശമുറിയരുതേ. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ ദോഷിയാണെങ്കിലും, എത്ര വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവനാണെങ്കിലും, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തൗബ ചെയ്താൽ യഖ്ബലുല്ലാഹു തൗബതഹും, അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക? ആരുടെ തൗബയാണ് റബ്ബ് സ്വീകരിക്കുക? ഖുർആൻ പറയുകയാണ്, ഒരു വ്യക്തി സിനിമ കാണുകയാണ്, ഒരു സഹോദരി സിനിമ കാണുകയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞ്, അല്ലെങ്കിൽ കള്ളു കുടിച്ചു കഴിഞ്ഞ്, വ്യഭിചരിച്ചു കഴിഞ്ഞുകൊണ്ട്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ വ്യഭിചരിക്കില്ല അല്ലാഹ്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാഹ്, പാപത്തിൽ ഞാൻ പെട്ടുപോയതാണ് റബ്ബേ, എന്റെ കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോഴാണ് സിനിമ കാണാൻ വേണ്ടി ഞാൻ പോയത് അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്, എന്റെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്, ഒരിക്കലും തന്നെ ഞാൻ ഈ തെറ്റിലേക്ക് മടങ്ങൂല റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനുണ്ടോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബയെ സ്വീകരിക്കുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അവിടെയും അല്ലാഹു പറയുന്നു, അല്ലാഹു ആരാണ്? പാപം പൊറുക്കുന്നവനാണ്, റഹീമ, കരുണ ചെയ്യുന്നവനും അത്രേ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ കരുണ ഏറ്റുവാങ്ങിയ മുത്തഖീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നല്ലപോലെ ശ്രദ്ധിക്കുക. ഇപ്പൊ അല്ലാഹു ആരാണെന്ന് മനസ്സിലായി? ആരാണെന്ന് മനസ്സിലായി? എന്താണ് ആരാണെന്ന് മനസ്സിലായി? കരുണാമയനാണ്, കരുണാവാരിധിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലായി. നിങ്ങൾ സപ്പോർട്ടില്ല ഇങ്ങോട്ട്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് മനസ്സിലായി. ആരാണ്? കരുണാമയനും കരുണാവാരിധിയെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ആദ്യത്തെ ആയത്ത് ഓതിയപ്പോഴേ നമുക്ക് തിരിഞ്ഞു. 99 മഹത്തായ നാമങ്ങൾ ഉണ്ടായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് അതിൽ നിന്ന് കേവലം 2 നാമങ്ങൾ മാത്രം, റഹ്മാൻ റഹീം എന്ന മഹത്തായ നാമം മാത്രം. അത് തന്നെ ഫാത്തിഹ സൂറത്തിൽ വീണ്ടും 3-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, അറബി അറിയാവുന്നവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്കും മനസ്സിലായി, അല്ലാഹു കരുണാമയനാണ്, കരുണാവാരിധിയാണ്. ഇനി അവന്റെ റസൂൽ ആരാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ എന്ത് നൽകിയത്? ഖുർആൻ നൽകിയത് അല്ലേ? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ഖുർആൻ അവതരിച്ചത്? ആ നബി തങ്ങൾ ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ.
നബിയേ നബിയേ തങ്ങളെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് നാം അയച്ചത് കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. കാരുണ്യത്തിന്റെ തിരുദൂതരായിട്ടല്ലാതെ തങ്ങളെ നാം ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടേ ഇല്ല. എങ്ങനെയായിട്ടാണ് തങ്ങളെ നിയോഗിച്ചത്? കാരുണ്യം വീശാനാണ്. എവിടെ? ലോകം മുഴുവനും, ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും. യൂണിവേഴ്സൽ മെസ്സഞ്ചർ ആണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു പ്രവാചകരും അതുപോലെയില്ല. وإلى عاد أخاهم هودا وإلى ثمود أخاهم صالحا وإلى مدين أخاهم شعيبا. ലോകത്തേക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് ആരെ അയച്ചത്? ഹബീബ് റസൂലുള്ളാഹി. അഥവാ ലോകത്ത് മുഴുവൻ ആളുകളെയും സംസ്കരിക്കാൻ വേണ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത്. വേറെ ഒരാളെ അങ്ങനെ അയച്ചിട്ടില്ല, വേറെ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. അതെങ്ങനെ മനസ്സിലായി ഉസ്താദേ? അത് ഖുർആൻ പഠിക്കണം, ഖുർആനിലുണ്ട്. ആദ് ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ഹൂദ് നബിയെ നാം നിയോഗിച്ചത്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്, ഒരു ഗോത്രം. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരെ അയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാം. ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ഖുർആനായത്താണ്. എന്താ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട്, വെറുതെ ചുമ്മാ ഓതി പോവല്ല, ഖുർആനായത്താണ്. ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരെ അയച്ചത്? ഹൂദ് നബി അലൈഹി സ്വലാം. ഹൂദ് നബി അലൈഹി സ്വലാമോ ആള് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്ത് ഹൂദ്. 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേരെന്താണ് സഹോദരിമാരെ? സൂറത്ത് ഹൂദ് എന്നാണ്. അപ്പൊ ഹൂദ് നബി അലൈഹി സ്വലാം ആള് നിസ്സാരക്കാരനല്ല എന്ന പേര് വെക്കലിലൂടെ തന്നെ മനസ്സിലായി. അദ്ദേഹത്തെ എവിടേക്ക് മാത്രം അയച്ചത്? ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്കാണോ? അല്ല. ഒരു ഗ്രാമത്തിലേക്കാണോ? അല്ല. ഒരു ഗോത്രത്തിലേക്ക് മാത്രം. ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായി അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചു. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ലോകർക്ക് മുഴുവനും കാരുണ്യം വീശാൻ അയച്ചു. റബീഉൽ അവ്വലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതല്പം പറയുന്നത്. ശ്രദ്ധിക്കുക, വിധങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ റബീഉൽ അവ്വലിന്റെ ആ ഒരു പൊരുത്തം കിട്ടൂല. അതുകൊണ്ടാണ്. وإلى ثمود أخاهم صالحا. സമൂദ് ഗോത്രത്തിലേക്ക് നാം നിയോഗിച്ചത് സാലിഹ് എന്ന പ്രവാചകരെയാണ്. സാലിഹ് എന്ന പ്രവാചകരെ അത്രേ. അഥവാ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമാണ് ആരെ അയച്ചത്? പറയും മനുഷ്യന്മാരാരെ? സാലിഹ് നബി അലൈഹി സ്വലാം. സാലിഹ് നബി അലൈഹി സ്വലാമോ ആള് നിസ്സാരക്കാരനല്ല. ഉറച്ചതാകുന്ന പർവ്വതത്തിലേക്ക് തന്റെ വിരല് ചൂണ്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ച വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാം. പാറക്കെട്ടിനിടയിൽ നിന്ന് ഇങ്ങനെ വിരല് ചൂണ്ടിയപ്പോ അത് ആ പാറക്കെട്ട് പൊട്ടിമാറി അതിനിടയിൽ നിന്ന് ഒരു ഒട്ടകം കടന്നു വന്നു. ഇതെവിടെ പറഞ്ഞു? സൂറത്തുൽ ശംസിൽ വ്യക്തമാക്കിയില്ല. ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. എന്ന ഖുർആൻ ചേർത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ ഒട്ടകം. നാഖത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ്. ഒട്ടകത്തിന് എന്താ അറബി പറയുന്നത്? നാഖത്ത് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ്. അള്ളാഹുവിലേക്കാണ് ഇവിടെ ഇലാഫത്ത്. നാഖത്ത് അല്ലാഹ്, അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ലോകത്ത് ഒരു ഒട്ടകത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്താ കാരണം? ആ ഒട്ടകം അത്രമേൽ പ്രധാനമാണ്. ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ഇന്നുകൊണ്ട് ഒട്ടകം നമ്മുടെ നാട്ടിലുണ്ട്, മരുഭൂമിയിലുണ്ട്, പല സ്ഥലത്തുണ്ട് ഒട്ടകങ്ങൾ.
വർഷങ്ങൾ മുമ്പേ ഒട്ടകമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് ചേർത്ത് പറഞ്ഞത് സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ കുറിച്ചാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒളുബ എന്ന ഒട്ടകമുണ്ട്. പക്ഷെ ആ നബിയുടെ ഒട്ടകത്തെ ചേർത്തിട്ട് നാഖത്തല്ലാഹ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. ആരുടെ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞു? സാലിഹ് നബി അലൈഹി ഇസ്ലാം. എന്താ കാരണം? ആ ഒട്ടകം അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി അലൈഹി ഇസ്ലാമിന് നൽകിയ ഒരു മുഅ്ജിസത്തിലൂടെ നൽകിയ ഒരു അമാനുഷികമായ ഒട്ടകമായിരുന്നു. ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ആ പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ച് ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾ കുടിക്കണം, എങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിരൽ ചൂണ്ടി അതാ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് ഒരു ഒട്ടകം പുറപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, നാഖത്തല്ലാഹ്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഒട്ടകത്തെയും സൂക്ഷിക്കണം, അതിന്റെ കുടിനീരിനെ സൂക്ഷിക്കണം. പക്ഷെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽപ്പെട്ടതാകുന്ന മുശ്രിക്കുകളാകുന്ന ആളുകൾ, അവിശ്വാസികളാകുന്ന ആളുകൾ അതിനെ കൊന്നു കളഞ്ഞു അത്രേ, വധിച്ചു കളഞ്ഞു അത്രേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, മന്നശ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ജനങ്ങൾ വെച്ച് ഏറ്റവും പരാജിതനാരാണ്, ഏറ്റവും വലിയ ഗുണ്ട ആരാണ് നബിയേ? ഒരുപാട് ഗുണ്ടകളുള്ള നാടാണ് എറണാകുളം, അല്ലേ? എങ്കിൽ ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് നമ്മൾ പഠിച്ചു വെച്ചു. ചിലപ്പോൾ കിസ്സായിട്ട് ചോദിക്കാം, ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് ആരാണ്? ഏറ്റവും വലിയ ഗുണ്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുദാർ ബിൻ സാരിഫ്, സാരിഫിന്റെ മകനായ ഖുദാറാണ്, ഖുദാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്, അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിരൽ ചൂണ്ടിക്കൊണ്ട് പർവ്വതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവനാണ് അവൻ. അവനാണ് ഏറ്റവും വലിയ ഗുണ്ടയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഗുണ്ടയുടെ പേരെന്താ? ഖുദാർ. ഈ സദസ്സിൽ വന്നിട്ട് വാത് കിട്ടി, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടി? ഏറ്റവും വലിയ ഗുണ്ടയുടെ പേര് പഠിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഗുണ്ടകളൊന്നും ഗുണ്ടയല്ല. ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? ഖുദാർ. ഖുദാർ ആര് പറഞ്ഞു? ഹബീബ് റസൂലുള്ളാഹി. നബി പേര് വെച്ചാ പിന്നെ പേര് വെച്ചതാ, പിന്നെ ഖിയാമത്ത് നാൾ വരെ അതിനെ വെല്ലം വേറെ ആരും വരില്ല. അപ്പൊ അങ്ങനത്തെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും അള്ളാഹു അയച്ചത് എവിടേക്ക് മാത്രമാണ്? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് അയച്ചത്. ചിന്തിക്ക്. وإلى مدين أخاهم شعيبا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, മദിയൻ എന്ന് പറയുന്ന യമനിലെ ഇറം എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവിശ്യയിലേക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ അല്ലാഹു നിയോഗിച്ചത്. ശുഐബ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയത് മദിയൻ എന്ന് പറയുന്ന പ്രദേശം മാത്രമാണ്. ആ പ്രദേശവും അക്കാലഘട്ടത്തിലുള്ള ജനവും മാത്രം. മദിയൻ എന്ന് പറയുന്ന പ്രദേശം ഇന്നുണ്ട്. മദിയൻ എന്ന് പറയുന്ന പ്രദേശം ഇന്നുണ്ട്. യമനിലെ ഇറം എന്ന് പറയുന്ന ദേശത്തിനടുത്ത് മദിയൻ എന്ന് പറയുന്നതാകുന്ന പട്ടണം ഇന്നും നിലനിൽപ്പുണ്ട്. പക്ഷേ ഇന്ന് അവിടേക്ക് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അവിടേക്കും മൊത്തത്തിലൊക്കെ ആരെയാണ് അയച്ചിട്ടുള്ളത്? ഹബീബ് റസൂലുള്ളാഹി. പിന്നെ ശുഐബ് നബി അയച്ചതോ അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന, അദ്ദേഹത്തിന് പ്രബോധനം നടത്താൻ പറഞ്ഞ ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തിലെ മാത്രം, ആ സമൂഹത്തിലെ ആൾക്കാർക്ക് മാത്രമാണ്. മദീന എന്ന് പറയുന്ന യമനിലെ ഇറം എന്ന് പറയുന്ന ഒരു ചെറിയ ദേശം, അവിടെയൊക്കെ മാത്രമായിട്ടാണ് ആരെ നിയോഗിച്ചത്? അല്ലാഹു ശുഐബ് നബി അലൈഹി സ്വലാമിനെ അയച്ചത്. ആരെയാണ്? നല്ല പേരാണ്. ഈ പേരൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് നോക്കേണ്ടത്. ശുഐബ് നല്ല പേരാണ്, ഒരു പ്രവാചകന്റെ പേരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരാണ് ശുഐബ് എന്നറിയുമോ? ആരാണ് ശുഐബ് എന്നറിയുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ ഉപ്പയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അമ്മായിയപ്പൻ. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എന്താ പറയാ? ജീത്തോല്ലാണോ? ഒന്നുമല്ലല്ലോ. പേടിയാണ്. കാരണം അമ്മോശൻ എന്നാണ് ഇത് വടക്കൻ ജില്ലയിൽ പറയാം. കാസർഗോഡ് ഭാഗത്ത് അവിടെ പോയി അമ്മോശൻ, അമ്മായിയപ്പൻ എന്നല്ലേ നമ്മൾ പറയാം. ഭാര്യയുടെ മാമ എന്ന് പറയലുണ്ട്.
ഇല്ല. തെക്ക് ഭാഗത്ത് കൊല്ലം ജില്ലയിലൊക്കെ അങ്ങനെ പറയും. എങ്ങനെ പറയും? ഭാര്യയുടെ വാപ്പാക്ക് എന്ന് പറയും മാമാന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. അമ്മായിയപ്പനാണ് ആര്? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം. ആരുടെ? മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി നമ്മൾ പണ്ടുപോലെ കേട്ടിട്ടുള്ള ആളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അമ്മായിയപ്പനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. ഭാര്യയുടെ പേരെന്താ? സഫൂറ ബീവി. എന്താ പേര്? കുറച്ച് പേര് പഠിക്കുക. എന്താ ഒരു അനക്കമില്ലാത്ത സുഖമില്ലേ? നിർത്തണമെങ്കിൽ നിർത്താം. ദ്വാരം നിങ്ങൾ പോയാൽ മതി. നിങ്ങളൊരു ചുണയോടുകൂടി ഇരിക്കും. സഫൂറ ബീവി. സഫൂറ ബീവിയാണ് ആരുടെ ഭാര്യ? മൂസാ നബിയുടെ ഭാര്യ. ഇത് ഞാനിങ്ങനെ ആവർത്തിക്കുന്നതിനറിയോ, നിങ്ങൾ ഇന്നത്തോടുകൂടി ഈ വിഷയങ്ങൾ പഠിക്കാനാണ്. സ്ഥിരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ സദസ്സിൽ പോകുമ്പോൾ കുറെ പേരുകൾ പഠിക്കണം. ആ പേരിന്റെ ഉടമകൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചങ്ങ് വിടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയതാകുന്ന വടി, മുഅ്ജിസത്തിന്റെ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി ആര് കൊടുത്തതാ? ഈ ശുഐബ് നബി അലൈഹി സ്വലാം കൊടുത്തതാ. അല്ല, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദം നബി അലൈഹി സ്വലാം നൽകിയതാ. ആദം നബി അലൈഹി സ്വലാമിന് അങ്ങനെ തലമുറയായിട്ട് പിന്നീട് വന്ന് ആരുടെ കയ്യിലേക്ക് വന്നു? പരമ്പരയായിട്ട് ആരുടെ കയ്യിൽ കിട്ടി? ശുഐബ് നബിയുടെ കിട്ടി. മരുമകനാകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അമ്മായിയപ്പനാകുന്ന ശുഐബ് നബി അലൈഹി സ്വലാം കൊടുത്തതാണ് ഏത് വടി? മുഅ്ജിസത്തിന്റെ വടി. ആ വടിയാണ് നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയത്. ആ പാമ്പിന്റെ വാലിൽ പിടിക്കുമ്പോഴാണ് അതെന്തായി തിരിച്ച് വടിയായി മാറിയത്. ആ ചരിത്രമൊക്കെ അറിയില്ലേ? സംഭവമാണ്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. സമയമില്ല, അല്ലെങ്കിൽ അതുമായി പറയാം. ഖുർആൻ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് HMT കോളനിയിൽ 2 ദിവസം, ഒരു 3 വർഷം മുമ്പ് ഞാൻ വാദം പറഞ്ഞു. ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറേ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ മകളാകുന്ന സഫൂറയെ വിവാഹം ചെയ്തു കൊടുത്ത ചരിത്രം, ഇതൊക്കെ ഖുർആനിലുണ്ട്. നമ്മൾ എവിടെയും പോകണ്ട, എത്രയോ ചരിത്രങ്ങൾ. നമ്മുടെ മക്കൾ ഉറങ്ങാൻ നേരത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ പറയും, ഉമ്മ ഒരു കഥ പറഞ്ഞതാ. ഉടനെ എന്തെങ്കിലും നാട്ടുകാരുടെ കഥ പറയുക. അത് അപ്പുറത്തെ വീട്ടിൽ അയാൾ കാർ വാങ്ങിയത് ആരെങ്കിലും പറ്റിച്ചിട്ടായിരിക്കും. ഇതാ കഥ പറഞ്ഞു എന്നിട്ട് ചോറുണ്ടാക്കി വെച്ചു കൊടുക്കുക. കഥ പറഞ്ഞു കൊടുക്കാറിയില്ല. ഇല്ലെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല സിനിമാ പാട്ടിട്ട് കൊടുക്കുക. ജിമിക്ക് കമ്മല്, വേഗം ചോറുണ്ടോ? ഇതാണ് നമ്മുടെ പരിപാടി. നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഉപ്പമാരും ഉമ്മമാരും എന്റെ മുന്നിലിരിക്കുന്നവരെന്ത് ചെയ്യും? മാതാപിതാക്കൾ കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. നല്ല നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആഹാരം കൊടുക്കണം. ഇന്ന് നേരെ തിരിഞ്ഞ് സിനിമാ പാട്ടും എന്തെങ്കിലും സിനിമാ ഗാനമൊക്കെ വെച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കാര്യം ഭരിച്ച് എങ്ങനെയെങ്കിലും നിന്നിട്ട് പോയിക്കോളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും അള്ളാഹു നിയോഗിച്ചത് എവിടേക്കാണ്? മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവിശ്യയിലേക്ക് മാത്രമാണ്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചതോ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. ലോകർക്ക് മുഴുവനും കാരുണ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീനാണ്, സർവ്വലോക സംരക്ഷകനാണ്. ഹബീബായ നബി തങ്ങളോ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം നൽകുന്ന വ്യക്തിത്വമാണ്. ഒന്ന് റബ്ബുൽ ആലമീൻ, മറ്റൊന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ. നല്ലതുപോലെ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഖുർആനിലെ എല്ലാം ഖുർആനാണ്. ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകൻ ആര്? അല്ലാഹു. മറ്റൊന്നോ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം നൽകുന്ന വ്യക്തി ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് രണ്ടും അല്ലാഹുവാണ് പറഞ്ഞത്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലായി, അല്ലാഹുവും ആരാണെന്ന് മനസ്സിലായി. രണ്ടുപേരും എന്താണ് ഈ ലോകത്ത് വിവാഹനം ചെയ്യുന്നത്? കരുണയാണ്, അല്ലേ? അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അത് അല്ലാഹുവും റസൂലും അല്ലേ, മുഹമ്മദ് നബിയല്ലേ. അവർക്കിപ്പോ നൽകിയിരിക്കുന്ന ഖുർആനോ? ഖുർആൻ കൊണ്ട് ഖുർആനിലും അങ്ങനെ വല്ലതും ഉണ്ട്? ഖുർആൻ പഠിക്കണ്ടേ? നീ ഖുർആൻ ഇന്നുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. ഖുർആൻ എന്താ വിഭാവനം ചെയ്യുന്നത്? ഖുർആൻ തന്നെ പറയുക, ഖുർആൻ എന്താ വിഭാവനം ചെയ്യുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനില്ലയോ, ഈ 114 സൂക്തങ്ങളില്ലയോ, ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല, സാധാരണ ഗ്രന്ഥമല്ല. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ.
ഇത് മുഅ്മിനീങ്ങൾക്ക് ശിഫയുടെ ഗ്രന്ഥമാണ്, കരുണയുടെ ഗ്രന്ഥവും അത്രേ, കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവും അത്രേ. എവിടെ പറയുന്നു? ഖുർആൻ തന്നെ. ഖുർആനിലെ ആയത്താണിത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് കരുണയും അതുപോലെ തന്നെ ശിഫ പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ് ഇത് ഖുർആൻ. ശിഫയോ എന്ത് പുസ്തകം പറയുന്നത്? ശിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം. അല്ലെ ഉസ്താദുമാര് വെള്ളം ഇങ്ങനെ മന്ത്രിച്ചിട്ട് ബാബു ഉസ്താൻ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ഉസ്താദ് ഷിഫി എന്ന് പറഞ്ഞു. ഈ ഷിഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറബിയിലുള്ള ഒരു കൽപ്പനക്രിയാണ്. അല്ലാഹുവേ നീ ഇത് ഷിഫിയാക്കണേ, അല്ലാഹ് ഈ രോഗം നീ ശമനമാക്കണേ എന്ന് പറയാം. അങ്ങനെ ഊതുന്നത് ഇശ്ശിഫി ഇശ്ശിഫി അങ്ങനെ ഊതുക. അല്ലാതെ ഫൂ ഫൂ എന്ന് ഊതിയാൽ തുപ്പൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇതിനൊക്കെ അസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. എങ്ങനെയാണത് ഊതുന്നത്? എങ്ങനെയാ? ഇശ്ശിഫി ഇശ്ശിഫി എന്ന് ഊതുക. ഇശ്ഫി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ ഷിഫിയാക്ക അല്ലാഹ്. മനസ്സിലാകുന്നുണ്ട്? ഇശ്ഫി ഇശ്ഫി അങ്ങനെയാണ്. എന്നിട്ട് ഒരു ചെറിയ കാറ്റ് കൂടി ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട്. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട്. അതെ, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട്. ഫാത്തിഹ സൂറത്തിലെ ഏറ്റവും വലിയ സൂറത്ത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ ആ സൂറത്ത് തന്നെ ഡെയിലി 17 പ്രാവശ്യം ഓതാൻ നമ്മളോട് പറഞ്ഞത്. ഏറ്റവും വലിയ സൂറത്തായതുകൊണ്ടാണ്. قال رسول الله صلى الله عليه وسلم فاتحة الكتاب شفاء من كل داء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, കിഡ്നി സ്റ്റോണുമായി ബുദ്ധിമുട്ടുന്നവരെ, ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ശിഫ നേടണേ. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ, ആ ഖുർആൻ മുഴുവനും ശിഫയാണെന്ന് പഠിപ്പിച്ചതായ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഫാത്തിഹ സൂറത്തില്ലയോ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. എല്ലാ രോഗങ്ങൾക്കും എല്ലാ മാറാവ്യാധികൾക്കും ശിഫയുണ്ട് ഫാത്തിഹയിലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓതന്റെ പ്രകാരം ഓതണം. നമ്മൾ പണ്ട് മദ്രസയിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോയാലും മദ്രസയിൽ ഒരേ ടൂണാണ്. ഉസ്താദ് എങ്ങനെ ഓതി കൊടുത്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ടൂണായിരിക്കും. ഉസ്താദ് നല്ല മോഡൽ ഓതി കൊടുക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതി കൊടുത്താലും പിള്ളേർ എങ്ങനെ ഓതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. വെറുതെ പറയല്ല. നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോയി മദ്രസയിൽ പോയി ഓത്ത് കേട്ടു അപ്പൊ തിരി. എന്താ കാര്യം? നേരെ ഓതി കൊടുത്താൽ പോലും ശരിക്കും ഓതൂല. ഈ ഓത്ത് ഓതിക്കൊണ്ട് നീ ഓതി മന്ത്രിച്ചാൽ ഫായിദയില്ല. നല്ലതുപോലെ ഓതണം. അത് മണിച്ചതിന്റെ തജ്വീദ് അനുസരിച്ച് കൃത്യമായി ഓതേണ്ടതുപോലെ ഒരു ഫാത്തിഹ ഓതി കൈവെള്ളയിൽ ഊതി തല മുതൽ പാദം കാല് വരെ ഒന്ന് തടയുന്നു. ശിഫയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇത് ആര് പഠിപ്പിച്ചതാ? ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. തിബ്ബിൻ നബിയിൽപ്പെട്ടതാണ്. നബി തങ്ങൾ പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. എല്ലാ രോഗങ്ങൾക്കും ശമനം എന്തിലുണ്ട്? ഫാത്തിഹയിലുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ പനി വരുമ്പോൾ ജലദോഷം വരുമ്പോൾ ഉസ്താദ്മാരുടെ ചരണ കൊടുക്കുമ്പോൾ അവർ ഈ ഫാത്തിഹ സൂറത്തും അതുപോലെ അനുബന്ധമായ സൂറത്തുകൾ ഓതി ആയത്തുൽ കുർസിയൊക്കെ ഓതി അവർ തരുന്നത്. എന്തിനാ ഉസ്താദ്മാർക്ക് കൊടുക്കുന്നത്? അവർ കൂടുതൽ ദിക്റുകളും ഔറാദുകളും ഖുർആനുകളും പരിചയിച്ചവരും ഓതുന്നവരുമാണ്. അവരുടെ നാവിന് ഒരു അസറുണ്ട്, ഒരു ഫലമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓതുന്നതിനേക്കാൾ കൂടുതൽ അവർ ഓതിയാൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഉസ്താദ്മാരെ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് അടുത്ത് പോകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്തിൽ ശിഫയുണ്ട്. എല്ലാ രോഗത്തിനും ശമനമുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് 8 വർഷം ദർസി രംഗത്ത് പഠിച്ച് ബിരുദവും ബിരുദാനന്തരവും എടുക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ മുതഅല്ലിമീകളാകുന്ന ആളുകൾ ഉസ്താദുമാർ അവിടെ എത്തിയിട്ട് പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈളാവി എന്ന കിതാബ്. ആ കിതാബിന്റെ പേര് അൻവാറു തൻസീരി വ അസ്റാറു തഅവീൽ എന്നാണ്. ആ
അത് ബൈലാവി എന്ന് പറയുന്ന ഒരു ഇമാമിലേക്ക് ചേർത്തിട്ട് അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് ബൈലാവി, തഫ്സീർ ബൈലാവി എന്നാണ് പറയുക. ഖുർആനിന്റെ ഒരു വിശദീകരണ ഗ്രന്ഥമാണ്. അദ്ദേഹം വലിയ മുഫസ്സിറാണ്, വലിയ സാത്വികനായ വ്യക്തിയാണ്. അദ്ദേഹം ബൈലാവി ഇമാമ് ആ തഫ്സീറിന്റെ തുടക്കത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഒരു 18 പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 18 പേരുകൾ ഫാത്തിഹ സൂറത്തിന് ഓരോരോ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പേരെന്താണ്? സൂറത്തു ശിഫാ എന്നാണ്. സൂറത്തു ശിഫാ, ശിഫ കിട്ടുന്ന സൂറത്ത്, ശിഫ കിട്ടുന്ന സൂറത്ത്. വേറെ ഒരു സൂറത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശമനം എന്തിനുണ്ട്? ഫാത്തിഹയിൽ. ഇത് നമ്മുടെ വിഷയത്തിലേക്ക് വരും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ, ഖുർആനിക വചനങ്ങളില്ലയോ, അത് ശിഫ നൽകുന്നതായ ഗ്രന്ഥമാണ്, രോഗശമനം നൽകുന്ന ഗ്രന്ഥമാ. തീർന്നില്ല. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കരുണ വിഭാവനം ചെയ്യുന്നതായ ഗ്രന്ഥവുമാണ്. മുഅ്മിനീങ്ങൾക്ക് കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഏത്? ഖുർആൻ. അപ്പൊ അല്ലാഹു ആരാണ്? റഹ്മാൻ റഹീം, കരുണാമയനും കരുണാവാരിധിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കരുണ നൽകുന്ന വ്യക്തി. പരിശുദ്ധമായ ഖുർആൻ എന്താണ്? മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി കരുണ ചെയ്യുന്ന ഗ്രന്ഥം. കാരണം മുഅ്മിനീങ്ങൾക്കല്ലേ എന്താ അവതരിച്ചത്? ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ചിട്ട് വരണം എന്തിനാണ്? ഈമാനോട് കൂടി വേണം എന്തെടുക്കാൻ? ഖുർആൻ എടുക്കാൻ. എങ്കിലും അവർക്ക് അത് ഓതിയാൽ ഫലപ്പെടുകയുള്ളൂ. അവരുടെ ആ മുഅ്മിനീങ്ങളുടെ മേൽ ആയത്ത് ഓതിയാലുള്ള ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹു ആരാണെന്ന് മനസ്സിലായി, അവന്റെ റസൂൽ ആരാണെന്ന് മനസ്സിലായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ എന്ത് വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ്? കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഖുർആൻ കേട്ടുകൊണ്ടിരുന്നാലോ കരുണ നൽകപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഖുർആനിക ആയത്തുകൾ കേൾക്കാൻ നമ്മുടെ മനസ്സിൽ കരുണ എടുത്തുപോയി. അയൽവാസികൾ പട്ടിണി കിടന്നാൽ പോലും നമ്മൾ നോക്കൂല. നമ്മുടെ അയൽവാസിയാകുന്ന സഹോദരൻ രോഗാതുരമാകുന്ന അവസ്ഥയിലെത്തി 1.5-2 മാസം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയാൾ രോഗിയാണെന്നുള്ളത്. അതെങ്ങനെ അറിയുന്നത്? അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവനോട് ചോദിക്കും, എന്താണ് നീ ഇവിടെ വന്ന്? അത് ഈ ഇവിടുത്തെ വീട്ടിൽ ഇക്ക സുഖമില്ലാതെ ക്യാൻസർ ആണ്, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി വന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അയൽവാസി ക്യാൻസർ ആണ്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അഥവാ സ്വന്തം അയൽവാസി, ഒരേ മതിലിന്റെ അപ്പുറത്തുള്ളതാകുന്ന അയൽവാസിയുടെ അല്ലെങ്കിൽ അയൽവാസിനിയാകുന്ന സഹോദരിയുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ജോലിയും അവരുടെ ജോലി ഇല്ലായ്മയും അവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും പോലും തൊട്ടടുത്ത് കിടക്കുന്നതാകുന്ന ഒരു മതിൽപ്പറ്റ അരികിൽ കിടക്കുന്ന നമ്മൾ അറിയുന്നില്ല. ഇതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ കണ്ണീരൊപ്പാനും അത്തരത്തിലുള്ള രോഗികളാകുന്ന ആളുകൾക്ക് ആശ്വാസം പകരാനുമാണ് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അവിടെയാണ് KMCF-ന്റെ പ്രവർത്തകരെ നമ്മൾ അനുമോദിക്കേണ്ടത്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറയും. എന്തായാലും ആമീൻ പറയാൻ മടി. അങ്ങനെ ഇപ്പൊ ആമീൻ കൊണ്ടുവന്നു. ആമീൻ പറയും. ഉറക്കെ പറയും ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിന്റെ ഏതാനും ആശയങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് നല്ല ശ്രദ്ധ ഇവിടെ വെക്കുക. നല്ല ശ്രദ്ധ വരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാമയനാണെന്നും അവന്റെ റസൂൽ കരുണാമയനാണ് എന്നും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ പ്രവാചകർക്ക് നൽകപ്പെട്ട ഖുർആൻ കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവുമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുകയാണ്, ആ പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടും. فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون.